ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും പ്രണാമം. ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് ജഗദംബികയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നത് 5-ാമത്തെ അധ്യായമാണ്. ദേവി മാഹാത്മ്യത്തിലെ ഏറ്റവും സവിശേഷമായ 2 അധ്യായങ്ങളാണ് പഞ്ചമവും ഏകാദശവും, അഥവാ 5-ാമത്തെ അധ്യായവും 11-ാമത്തെ അധ്യായവും. അതിലിന്ന് അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നത് 5-ാമത്തെ അധ്യായമാണ് നമ്മളിന്ന് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. വളരെ വിശേഷമാർന്ന ഒരു അധ്യായമാണ് 5-ാമത്തേത്. ഈ ഒരു അധ്യായത്തിൽ തമോ ഗുണപ്രധാനവും രജോ ഗുണപ്രധാനവുമായിട്ടുള്ള പല അവതാരങ്ങളും ദേവി എടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ കണ്ട മധുകൈടഭ വധമായിക്കോട്ടെ, മഹിഷാസുര വധമായിക്കോട്ടെ എന്നിങ്ങനെയുള്ള ലീലകളിലൊക്കെ അമ്മയുടെ ആ ഒരു തമോ ഗുണവും രജോ ഗുണവും നിറഞ്ഞതായിട്ടുള്ള ഭാവത്തെയാണ്, അതിൻ്റെ മഹിമയാണ് വർണ്ണിച്ചതെങ്കിൽ ഈ ഒരു ദശകത്തിൽ ദേവിയുടെ സത്വഗുണപ്രധാനമായിട്ടുള്ള ആ ഒരു മഹിമയെ വർണ്ണിക്കുകയാണ്. അങ്ങനെ സാത്വിക ഗുണം നിറഞ്ഞ ഭാവത്തിൽ ദേവി അവതരിച്ച ഒരു കഥയെ സുമേധാവ് സുരഥനോടും വൈശ്യനോടുമായിക്കൊണ്ട് വർണ്ണിച്ചു കൊടുക്കുകയാണ് ഈ ഒരു അധ്യായത്തിൽ ചെയ്യുന്നത്. ഇതിൽ തന്നെ നമുക്ക് കാണാം 9-ാമത്തെ ശ്ലോകം മുതൽക്ക് ദേവന്മാരൊക്കെ ദേവിയെ സ്തുതിക്കുന്ന അതിമനോഹരമായ ഒരു സ്തുതിയാണ്. ഇതിലെ പല ശ്ലോകങ്ങളും വളരെ പ്രസിദ്ധങ്ങളാണെങ്കിൽ കൂടിയും ഇതാരാണ് സ്തുതിക്കുന്നതെന്ന് പലർക്കും അറിയില്ല, അല്ലെങ്കിൽ എന്താണ് സന്ദർഭമെന്ന് അറിയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അതിൻ്റെ ആ ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടും നമ്മൾ ഈ ഒരു സ്തുതിയിലൂടെ കടന്നു പോകുമ്പോൾ ആ ജഗദംബികയുടെ ആ മഹിമ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇവിടെ ശുംഭനിശുംഭന്മാരുടെ കഥയാണ് ഈ ഒരു ദശകത്തിലൂടെ വർണ്ണിക്കുന്നത്. അങ്ങനെ വർണ്ണിച്ചു വരുമ്പോൾ ഒരിക്കൽ ശുംഭനിശുംഭന്മാരുമായി ദേവന്മാർ ഒരു യുദ്ധമുണ്ടാവുകയും ആ ശുംഭനിശുംഭന്മാരുടെ ബലത്താൽ തോറ്റ് ആ യുദ്ധത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ദേവേന്ദ്രൻ തൻ്റെ ഭാര്യയായിട്ടുള്ള ശചീദേവിയോട് കൂടിയിട്ട് നാടുവിട്ട് പോകുന്നു. അങ്ങനെ രാജ്യം നഷ്ടപ്പെട്ട ദേവേന്ദ്രൻ തൻ്റെ രാജ്യത്തെ വീണ്ടെടുക്കുവാനുള്ള ഉപായങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. ഒരിക്കൽ ദേവി അമ്മ അവർക്ക് നൽകിയിട്ടുള്ള ഒരു വരത്തെ കുറിച്ച് ഓർമ്മ വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ ദേവിയുടെ ഒരു അനുഗ്രഹം ദേവന്മാർക്കുണ്ടാവുകയുണ്ടായി. ഈ ദേവന്മാരെല്ലാവരും ചേർന്ന് വേണ്ട വിധത്തിൽ എന്നെ സ്മരിച്ചാൽ ഞാൻ ആ ക്ഷണത്തിൽ തന്നെ നിങ്ങളുടെ എല്ലാ ആപത്തുകളെയും സങ്കടങ്ങളെയും തീർത്തു തരുന്നതാണ് എന്നൊരു വരം ദേവി ഒരിക്കൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്മരണയുണ്ടായ ദേവന്മാരാണ് പിന്നീട് അതിമനോഹരമായ ഈ ഒരു സ്തുതി ഇവിടെ നടത്തുന്നത്. അങ്ങനെ ആ സ്തുതിയിലൊക്കെ സംപ്രീതയായി ദേവി അവിടെ അങ്ങനെ പ്രത്യക്ഷയായി നിൽക്കുന്നത് ശുംഭനിശുംഭന്മാരുടെ കിങ്കരന്മാർ വശം ശുംഭനിശുംഭന്മാരറിയുകയും അങ്ങനെ അവർ ആ ദേവിയെ, ആ കന്യകയെ സ്വന്തമാക്കണമെന്ന സൗന്ദര്യത്തിൻ്റെ പര്യായപദമായി നിന്നിരുന്ന ആ ദേവിയെ സ്വന്തമാക്കണമെന്ന ശുംഭനിശുംഭന്മാരുടെ ആഗ്രഹത്തെ ദൂതൻ വഴി ദേവിയെ അറിയിക്കുകയും ഈ അധ്യായത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും ആ ദൂതനും ദേവിയുമായിട്ടുള്ള ഒരു സംവാദം അതും നമുക്ക് കാണാം. ഇത്രയുമാണ് ഈ ഒരു അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ദേവന്മാരുടെ സ്തുതി അതിഗംഭീരമായിട്ടുള്ളതാണ്. നമുക്ക്
അമ്മയുടെ പാദങ്ങളിൽ ഈ അധ്യായം പാരായണം ചെയ്ത് സമർപ്പിക്കാം. ഓം ഉത്തമചരിതം പഞ്ചമോധ്യായഃ ദേവീദൂതസംവാദഃ. ഋഷിരുവാച പുരാ ശുംഭനിശുംഭാഭ്യാം അസുരാഭ്യാം ശചീപതേ ത്രൈലോക്യം യജ്ഞഭാഗാശ്ച ഹൃതാമദബലാശ്രയാത് താവേവ സൂര്യതാം തദ്വദധികാരം തഥൈന്ദവം കൗബേരമഥയാമ്യം ച ചക്രാതേ വരുണസ്യ ച താവേവ പുനർഥിം ച ചക്രതുർവഹ്നികർമ്മ ച തതോ ദേവാ വിനിർധൂതാ ഭ്രഷ്ടരാജ്യാഃ പരാജിതാഃ ഹൃതാധികാരാസ്ത്രിദശാസ്താഭ്യാം സർവേ നിരാകൃതാഃ മഹാസുരാഭ്യാം താം ദേവീം സംസ്മരന്ത്യപരാജിതാം തയാസ്മാകം വരോ ദത്തോ യഥാപത്സു സ്മൃതാഖിലാഃ ഭവതാം നാശയിഷ്യാമി തക്ഷണാത് പരമാപദഃ ഇതി കൃത്വാ മതിം ദേവാ ഹിമവന്തം നഗേശ്വരം ജഗ്മുസ്തത്ര തതോ ദേവീം വിഷ്ണുമായാം പ്രതുഷ്ടുവുഃ. ദേവാ ഊചുഃ നമോ ദേവ്യൈ മഹാദേവ്യൈ ശിവായൈ സതതം നമഃ. നമഃ പ്രകൃത്यै ഭദ്രാयै നിയതാ പ്രണതാ സ്മൃതാം. രൗദ്രാयै നമോ നിത്യാयै ഗൗര്यै ധാത്ര്यै നമോ നമഃ. ജ്യോത്സ്നാयै ചേന്ദുരൂപിണ്यै സുഖാयै സതതം നമഃ. കല്യാണ്यै പ്രണതാവൃദ്ധ്यै സിദ്ധ്यै കൂർമ്यै നമോ നമഃ. നൈഋത്यै ഭൂഭൃതാം ലക്ഷ്മ്यै ശർവാണ്यै തേ നമോ നമഃ. ദുർഗാयै ദുർഗപാരാयै സാരാयै സർവകാരിണ്यै ഖ്യാത്यै തഥൈവ കൃഷ്ണാयै ധൂമ്രാयै സതതം നമഃ. അതിസൗമ്യാതിരൗദ്രാयै നതാസ്തസ്यै നമോ നമഃ. നമോ ജഗത്പ്രതിഷ്ഠാयै ദേവ്यै കൃത്यै നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദിതാ നമസ്തസ്यै 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു ചേതനേത്യഭിധീയത്തെ നമസ്തസ്यै 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിതാ നമസ്തസ്यै 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിതാ നമസ്തസ്यै 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു ക്ഷുധാരൂപേണ സംസ്ഥിതാ നമസ്തസ്यै 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു ഛായാരൂപേണ സംസ്ഥിതാ നമസ്തസ്यै 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിതാ നമസ്തസ്यै 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 നമോ നമഃ.
या देवी सर्वभूतेषु तृष्णारूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु क्षान्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु जातिरूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु लज्जारूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु शान्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु श्रद्धारूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु कान्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु लक्ष्मीरूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु वृत्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु स्मृतिरूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु दयारूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु तुष्टिरूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु मातृरूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु भ्रान्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः। इन्द्रियाणामधिष्ठात्री भूतानामखिलेषु या भूतेषु सततं तस्यै व्याप्त्यै देव्यै नमो नमः। चितिरूपेण या कृत्स्नम् एतद्व्याप्य स्थिता जगत् नमस्तस्यै 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 नमो नमः। स्तुतासुरै पूर्वमभीष्टसंश्रयात् तथा सुरेन्द्रेण दिनेषु सेविता करोतु सा नः शुभहेतुरीश्वरी शुभानि भद्राण्यभिहन्तु चापद। या साम्प्रतं चोत्थ दैत्यतापितै अस्माभिरीशा च सुरैर्नमस्यते या च स्मृता तत्क्षणमेव हन्तिनः सर्वापदो भक्तिविनम्रमूर्तिभिः। ऋषिरुवाच एवं स्तवादियुक्तानां देवानां तत्र पार्वतीं स्नातुमभ्याययौ तोये जाह्नव्या नृपनन्दनां
സാബ്രവീത്താൻ സുരാൻ സുഭ്രോർഭവദ്ഭിസ്തൂയതേത്ര കാം ശരീരകോശതശ്ചാസ്യാ സമുദ്ഭൂതാബ്രവീച്ഛിവാം സ്തോത്രം മമൈതത്ക്രിയതേ ശുംഭദൈത്യനിരാകൃതൈ ദേവൈ സമേതൈ സമരേ നിശുംഭേന പരാജിതൈ ശരീരകോശാദ്യത്തസ്യാ പാർവത്യാ നിസ്സൃതാംബികാ കൗശികീതി സമസ്തേഷു തതോ ലോകേഷു ഗീയത്തെ തസ്യാം വിനിർഗതായാം തോ കൃഷ്ണാഭൂത് സാപി പാർവതി കാളികേതി സമാഖ്യാതാ ഹിമാചലകൃതാശ്രയാ തതോംബികാം പരം രൂപം ബിഭ്രാണാം സുമനോഹരം ദദർശ ചണ്ഡോ മുണ്ടശ്ച ഭൃത്യൗ ശുംഭനിശുംഭയോഃ താഭ്യാം ശുംഭായ ചാഖ്യാതാം സാതീവ സുമനോഹരാ കാപ്യാസ്തേ സ്ത്രീ മഹാരാജ ഭാസയന്തി ഹിമാചലം നൈവ താദൃക്വചിദ്രൂപം ദൃഷ്ടം കേനചിദുത്തമം ജ്ഞായതാം കാപ്യസൗ ദേവി ഗൃഹ്യതാം ചാസുരേശ്വര സ്ത്രീരത്നമതിചാർവാംഗീ ദ്യോതയന്തി ദിശസ്ത്വിഷാ സാതു തിഷ്ഠതി ദൈത്യേന്ദ്ര താം ഭവാൻ ദ്രഷ്ടുമർഹതി യാനി രത്നാനി മണയോ ഗജാസ്വാദീനി വൈ പ്രഭോ ത്രൈലോക്യേ തു സമസ്താനി സാമ്പ്രതം ഭാന്തി മേ തേ ഗൃഹേ യാനി രത്നാനി മണയോ ഗജാസ്വാദീനി വൈ പ്രഭോ ത്രൈലോക്യേ തു സമസ്താനി സാമ്പ്രതം ഭാന്തി തേ ഗൃഹേ ഐരാവത സമാനീതോ ഗജരത്നം പുരന്തരാത് പാരിജാതതരുശ്ചായം തഥൈവോച്ചൈശ്രവാഹയ വിമാനം ഹംസ സംയുക്തം ഏതത്തിഷ്ഠതി തേങ്കണേ രത്നഭൂതമിഹാനീതം യദാസീദ്വേധസോദ്ഭുതം നിധിരേഷ മഹാപത്മ സമാനീതോ ധനേശ്വരാത് കിഞ്ചൽക്കിനീം ദദൗ ചാബ്ധിർമാലാമംലാനപങ്കജാം ഛത്രം തേ വാരുണം ഗേഹേ കാഞ്ചനസ്രാവി തിഷ്ഠതി തഥായം സ്യന്തനവരോ യഃ പുരാസീത് പ്രജാപതേ മൃത്യോരുൽക്രാന്തിതാ നാമ ശക്തിരീശത്വയാ ഹൃതാ പാശഃ സലിലരാജസ്യ ഭ്രാതുസ്തവ പരിഗ്രഹേ നിശുംഭസ്യാബ്ധിജാതാശ്ച സമസ്താ രത്നജാതയഃ വഹ്നിശ്ചാപി ദദൗ തുഭ്യം അഗ്നിശൗചേ ച വാസസി ഏവം ദൈത്യേന്ദ്രരത്നാനി സമസ്താന്യാഹൃതാനി തേ സ്ത്രീരത്നമേഷാ കല്യാണി ത്വയാ കസ്മാന്ന ഗൃഹ്യത്തെ ഋഷിരുവാച നിശമ്യേതി വചഃ ശുംഭഃ സ തദാ ചണ്ഡമുണ്ടയോഃ പ്രേഷയാമാസ സുഗ്രീവം ദൂതം ദേവ്യാ മഹാസുരം ഇതി ചേതി ച വക്തവ്യാ സാ ഗത്വാ വചനാൻ മമ യഥാ ചാഭ്യേതി സംപ്രീത്യാ തഥാ കാര്യം ത്വയാ ലഘു സ തത്ര ഗത്വാ യത്രാസ്തേ ശൈലോദേശേതി ശോഭനെ സാ ദേവി താം തതഃ പ്രാഹ ശ്ലക്ഷ്ണം മഥുരയാ ഗിരാ ദൂത ഉവാച ദേവീ ദൈത്യേശ്വരഃ ശുംഭസ്ത്രൈലോക്യേ പരമേശ്വര ദൂതോഹം പ്രേഷിതസ്തേന ത്വത്സകാശമിഹാഗത
അവ്യാഹതാജ്ഞഃ സർവാസോ യഃ സദാ ദേവയോനിഷു നിർജിതാഖിലദൈത്യാരീ സ യദാഹ ശൃണുഷ്വ തത്. മമ ത്രൈലോക്യമഖിലം മമ ദേവാവശാനുഗാഃ യജ്ഞഭാഗാനഹം സർവാനുപാശ്നാമി പൃഥക് പൃഥക്. ത്രൈലോക്യേ വരരത്നാനി മമ വശ്യാന്യശേഷതഃ തഥൈവ ഗജരത്നം ച ഹൃതം ദേവേന്ദ്രവാഹനം. ക്ഷീരോദമഥനോദ്ഭൂതം അശ്വരത്നം മമാമരൈഃ ഉച്ചൈശ്രവസസജ്ഞം തത് പ്രണിപത്യ സമർപ്പിതം. യാനി ചാന്യാനി ദേവേഷു ഗന്ധർവേഷു രഗേഷു ച രത്നഭൂതാനി ഭൂതാനി താനി മയ്യേവ ശോഭനേ. സ്ത്രീരത്നഭൂതാം താം ത്വാം ദേവീം ലോകേ മന്യാമഹേ വയം സാ ത്വമസ്മാനുപാഗച്ഛ യതോ രത്നഭുജോ വയം. മാം വാ മമാനുജം വാപി നിശുംഭമുരുവിക്രമം ഭജ ത്വം ചഞ്ചലാപാംഗീ രത്നഭൂതാസി വൈ യതഃ. പരമൈശ്വര്യമതുലം പ്രാപ്സ്യസേ മത്പരിഗ്രഹാത് ഏതദ് ബുദ്ധ്യാ സമാലോച്യ മത്പരിഗ്രഹതാം വ്രജ. ഋഷിരുവാച. ഇത്യുക്താ സാ തദാ ദേവി ഗംഭീരാന്തസ്മിതാ ജഗൗ ദുർഗാ ഭഗവതി ഭദ്രാ യയേദം ധാര്യത്തെ ജഗത്.